ഹലോ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. നമ്മൾ ഓശാന കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, അത് കഴിഞ്ഞു ഒരു പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഈസ്റ്ററിലേക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാനിവിടെ ബീഫ് ഉണ്ടാക്കാൻ നോക്കുക. ബീഫ് എങ്ങനെയാണ് വെക്കണേ? ബീഫ് ഞാൻ കണ്ടോ, ഇത് 1.5 കിലോ ബീഫുണ്ട്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കൊച്ചുള്ളി, വേപ്പില, ഉപ്പ്, ഉപ്പ്, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് നമുക്ക് അത് തിരുമ്മിയെടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ടില്ല, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എന്താണെന്ന് ചോദിച്ചാൽ അത് അളവ് എന്തോരം ഉണ്ടെന്നുള്ളത് എടുക്കണതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി ആണല്ലോ. ഇതിന് ഞാനിപ്പോൾ ഗരം മസാല ഇതിവിടെ ഞാൻ പൊടിച്ചതാട്ടോ മസാല, പിന്നെ മുളക് പൊടി ഉണ്ട്, എടുത്തു. പിന്നെ വീണ്ടും മുളക് പൊടി നമ്മൾ ഒന്ന് വരട്ടിയെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒന്നുകൂടെ ചേർക്കും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. എന്നിട്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ കേൾക്കുന്നവരെ കുക്കറിലിട്ട് വേവിക്കാം. നന്നായിട്ട് തിരുമ്മിയാലാണ് സവാളയൊക്കെ ഇതിലേക്ക് അങ്ങോട്ട്, അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കുമ്പോൾ സവാളയൊക്കെ ഇതിലേക്ക് പിടിച്ചോളും. അപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. വലിയ കുക്കർ എടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നണു. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കുക്കർ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. കാരണം അത് ചെറിയ കുക്കറാണ്, അത് വെള്ളം മുഴുവൻ ഇറച്ചി വെന്ത് കഴിയുമ്പോഴേ വിസിൽ വരുമ്പോൾ വെള്ളം മുഴുവൻ പുറത്തേക്ക് വന്നില്ല നോക്കി. അപ്പോൾ നിങ്ങളുടെ ഈ ഈസ്റ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ പറ കേട്ടോ. ഇത് വേവുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്നും ഞാൻ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. കാരണം അച്ഛന് പള്ളിയിൽ പൈതൽ നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ പോയി പള്ളിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അച്ഛൻ വന്നേക്കണത്. ഞാൻ ഇരിക്കാൻ പറഞ്ഞു, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. അവരവിടെ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ പിന്നെ ഇന്ന് ബീഫ് ഞാനിവിടെ വരട്ടിയെടുത്തു. പിന്നെ മാങ്ങക്കറി, നല്ല സൂപ്പർ ഫൈനായിട്ട് കാളൻ, ചിക്കൻ കറി, പിടിയില്ലാതെ ഏത് ഈസ്റ്റർ കണ്ടോ, പിടി. പിന്നെ ഒരല്പം ചോറ് മീൻ മേടിച്ചില്ല കേട്ടോ. മീൻ വാങ്ങിയില്ല. എല്ലാവരുടെയും മേടിച്ച് ചെല്ലി കൂട്ടാനും തിന്നാൻ വേണ്ടി ഇതെല്ലാം കൂടി ഞാൻ തന്നെ കഴിക്കണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ വീർത്ത് ബോള് പോലെ വന്ന് നിങ്ങളുടെ മുമ്പിൽ വരാൻ ആളില്ലാതെയോ. അപ്പോൾ നമുക്കിത് വിളമ്പി കഴിക്കാം കേട്ടോ. ഞാൻ ഊണ് കഴിക്കട്ടെ, ഊണല്ല പിടി ലേശം കഴിക്കട്ടെ. പിടി ലേശം എടുക്കണമെങ്കിൽ കുറച്ച് മാത്രം, കുറച്ച് പിടി എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ കൊടുത്തു. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് പിടി. ഇത് വറുത്തര കേട്ടോ. നാളെ പിടി കോഴി വറുത്തരച്ചൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കണ്ടോ, സൂപ്പറാണ് പിടി. പിടിയില്ലാത്തൊരാഘോഷം ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. സൂപ്പർ കണ്ടേ, ചിക്കൻ കറി സൂപ്പർ, അടിപൊളി. ഇത് കഴിഞ്ഞിട്ട് വേണം ചോറുണ്ണാൻ. ചോറ്, ബീഫ്, മാങ്ങ, കാളൻ, അച്ചാർ എടുത്തില്ല. അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കാത്ത ഊണ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വായോ, നമുക്ക്
കഴിക്കാം. പിടിയും കോഴിയും കോമ്പിനേഷനാണ് നല്ല. പിടിയുടെ 1-2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. തന്നെയല്ല, ഒരു ഹെൽത്തി ഫുഡാണ് പിടി. പിടി എന്ന് പറഞ്ഞാൽ അരിപ്പൊടി, വെളുത്തുള്ളി, ജീരകം, തേങ്ങ